ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ ഇൻ വൺ യൂട്യൂബ് ചാനൽ എത്തിക്സ് യൂസിങ് കോമൺ സെൻസ് സീരീസ്. നമ്മൾ ഇന്ന് ഹ്യൂമൻ വാല്യൂ സീരീസ് കണ്ടിന്യൂ ആയിരിക്കും. ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന വാല്യൂ ഈസ് നോൺ പാർട്ടിസൺഷിപ്പ്. 2 കൊല്ലം അടുപ്പിച്ച് UPSC ചോദിച്ചിട്ടുള്ളതാണ്. സോ നമുക്ക് ആ വാല്യൂയിലോട്ട് കിടക്കാം. സോ ജോ, എന്താണ് നോൺ പാർട്ടിസൺഷിപ്പ്? നോൺ പാർട്ടിസൺഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പാർട്ടിയെ ഇതിനെയൊന്നും ഒരു പ്രത്യേക താല്പര്യം കൂടാതെ ഈക്വലായിട്ടും ഫെയർ ആയിട്ടും ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നോൺ പാർട്ടിസൺഷിപ്പ് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് എ ലാക്ക് ഓഫ് അഫിലിയേഷൻ ടു എനി ഗ്രൂപ്പ് ഓർ പാർട്ടി ആൻഡ് എൻഷുറിംഗ് ഇക്വാലിറ്റി ആൻഡ് ഫെയർനെസ് വൈൽ ട്രീറ്റിംഗ് ദം ബേസ്ഡ് അപ്പോൺ മെറിറ്റ്. സോ ഡെഫിനിഷൻ ക്യാഷപ്പ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, നോട്ട്സ് അവിടെ കാണും. സോ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് ഇമ്പാർഷ്യാലിറ്റി നോൺ പാർട്ടിസൺഷിപ്പ് തമ്മിലുള്ള വ്യത്യാസം. സോ അതൊന്ന് പറഞ്ഞു കൊടുക്കാവോ? ഇപ്പം മോറോർലെസ് ഇമ്പാർഷ്യാലിറ്റിയും നോൺ പാർട്ടിസൺഷിപ്പും ഡെഫിനിഷനിലൊക്കെ ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ടാവും. പക്ഷേ ഇമ്പാർഷ്യാലിറ്റിയുടെ ഒരു സബ്സെറ്റ് മാത്രമാണ് നോൺ പാർട്ടിസൺഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇമ്പാർഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ വ്യക്തികളും അല്ലെങ്കിൽ എല്ലാ സിറ്റുവേഷനും നമ്മൾ വ്യക്തി താല്പര്യം ഇല്ലാതെ ഈക്വലായിട്ടും ഫെയർ ആയിട്ടും ട്രീറ്റ് ചെയ്യുന്നതാണെന്ന് നമ്മൾ മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നോൺ പാർട്ടിസൺഷിപ്പ് വരുമ്പോൾ ഒരു പാർട്ടി നേച്ചറുള്ള കാര്യത്തിന് മാത്രം ഇമ്പാർഷ്യലായിട്ട് ഒരാൾ ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനെയാണ് നോൺ പാർട്ടിസൺഷിപ്പ് എന്ന് പറയുന്നത്. സോ ഇമ്പാർഷ്യാലിറ്റിയുടെ ഒരു വെറും കണിക മാത്രമായിട്ടാണ് നമ്മൾ നോൺ പാർട്ടിസൺഷിപ്പ് വരുന്നത്. സോ പൊളിറ്റിക്കൽ നേച്ചറുള്ള കാര്യങ്ങൾ ഈക്വൽ ആൻഡ് ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് നോൺ പാർട്ടിസൺഷിപ്പ്. അല്ലാതെ മറ്റെല്ലാത്തിലും ഒരു ഹോളിസ്റ്റിക് വ്യൂ ആണ് നമ്മുടെ ഇമ്പാർഷ്യാലിറ്റിക്ക് ഉള്ളത്. നമുക്കിനി നോൺ പാർട്ടിസൺഷിപ്പിൻ്റെ എക്സാമ്പിൾസിലോട്ട് നോക്കാം. സോ നോൺ പാർട്ടിസൺഷിപ്പ് ആയതുകൊണ്ട് പേഴ്സണൽ ലെവൽ എക്സാമ്പിൾസ് ഇല്ല, നമുക്ക് ഹിസ്റ്റോറിക്കൽ ലെവൽ എക്സാമ്പിൾസ് നോക്കാം. ഹിസ്റ്റോറിക്കൽ ലെവൽ എക്സാമ്പിളിലാണെങ്കിൽ ഇപ്പോൾ 1950s കോൾഡ് വാർ ഇറ ആയിരുന്നു. അപ്പോൾ എൻറ്റയർ വേൾഡ് 2 ചേരികളായിട്ട് മാറി, US-ൻ്റെ കീഴിലും USSRൻ്റെ കീഴിലും. അപ്പോൾ ആ സമയത്ത് ഇന്ത്യ ഫോളോ ചെയ്യുന്നതാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്, അതായത് രണ്ടിലും ചേരുന്നില്ല. നോൺ പാർട്ടിസൺഷിപ്പിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഇന്ത്യ മാത്രമല്ല വേറെ കുറച്ച് രാജ്യങ്ങളും ഉണ്ടായിരുന്നു നെഹ്റുവിൻ്റെയൊക്കെ ലീഡർഷിപ്പിൽ. ഓക്കെ. സോ നമുക്കിനി അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിളിലോട്ട് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എലക്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സമയത്ത് മോഡ് ഓഫ് കണ്ടക്റ്റ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇറക്കും. അത് എല്ലാ പാർട്ടികൾക്കും അത് ഈക്വലി അത് അവർ അനുസരിച്ചേ പറ്റുള്ളൂ. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നിന്നുള്ളൊരു എക്സാമ്പിൾ. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്പീക്കർ ഇപ്പോൾ ബോത്ത് റൂളിംഗ് പാർട്ടിക്കും ഒപ്പോസിഷൻ പാർട്ടിക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി, അതായത് സഭയിൽ സംസാരിക്കാൻ കൊടുക്കുന്നത് നോൺ പാർട്ടിസൺഷിപ്പിനൊരു എക്സാമ്പിളാണ്. സോ അതായിരുന്നു നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിൾസ്. നമുക്കിനി ഇൻ്റർനാഷണൽ ലെവൽ എക്സാമ്പിൾ നോക്കാം. ഇൻ്റർനാഷണൽ ലെവൽ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മുൻ UN സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള കോഫി അന്നൻ നൊബേൽ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റിങ്ങിൻ്റെ സമയത്ത് പല രാജ്യങ്ങളും കോൺഫ്ലിക്റ്റിൻ്റെ സമയത്ത് അദ്ദേഹം നോൺ പാർട്ടിസൺഷിപ്പ് ഫോളോ ചെയ്തിരുന്നു. സോ കോഫി അന്നൻ ആൻഡ് ദ വേ ഷീ ഹാൻഡിൽ ദ കോൺഫ്ലിക്ട്സ് ത്രൂ ഡിപ്ലോമസി. സോ ഇറ്റ് വാസ് അവർ ഇൻ്റർനാഷണൽ ലെവൽ എക്സാമ്പിൾ ഫോർ നോൺ പാർട്ടിസൺഷിപ്പ്. സോ ഇനി നമുക്കൊരു കണ്ടംപററി ലെവൽ എക്സാമ്പിൾ നോക്കാം. കണ്ടംപററി ലെവൽ എക്സാമ്പിൾ ഇപ്പോൾ RBI എടുക്കുകയാണെങ്കിൽ RBI ഇപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റി വെച്ചിട്ട് അതിൻ്റെ റിവ്യൂ നടത്തിയിട്ട് അതൊരു പ്രത്യേകമായിട്ട് ഇപ്പോൾ ഒരു റൂളിംഗ് പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റ് പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല അവർ റിവേഴ്സ് റിപ്പോ റേറ്റും ഒക്കെ കൂട്ടുന്നതും കുറയ്ക്കുന്നത്. അത് ഇവിടുത്തെ ഒരു ഇൻഫ്ലേഷൻ മെഷർ ചെയ്ത് അതിൻ്റെ ഒരു റിവ്യൂവിലായിരിക്കും അവരത് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ RBI മോണിറ്ററി പോളിസി കമ്മിറ്റീസൊക്കെ ഡേറ്റാ ബേസിസിലാണ് ആക്ട് ചെയ്യുന്നത്, അല്ലാണ്ട് അവർ പാർട്ടീസിന് ഒരു ഫേവർ കൊടുത്തല്ല. ഓക്കെ, സോ അത്രയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഇനി വരും ക്ലാസ്സുകളിൽ ഈ ഇമ്പാർഷ്യാലിറ്റി നോൺ പാർട്ടിസൺഷിപ്പ് പോലെ ആസ്പിറൻസിനിടയിൽ വളരെയധികം ഡൗട്ടുള്ളതാണ് കമ്പാഷൻ ആൻഡ് എമ്പതി. സോ വരും ക്ലാസ്സുകളിൽ നമ്മൾ അതായിരിക്കും ഡീൽ ചെയ്യുന്നത്. സോ മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് അവർ ചാനൽ ടു നോട്ട് മിസ് ഔട്ട് ദാറ്റ് കണ്ടന്റ്. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.